ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടേ ഒരു കൂരിക്കറി വെച്ചാലോ. അപ്പോൾ ഞാൻ വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തായോ നിങ്ങളെ കാണിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ പുളിയിട്ട് അരച്ച് വെക്കാനാണ് പോണത്. അപ്പോൾ കൂരി സൈഡിൽ മുള്ളൊക്കെ കളഞ്ഞിട്ട് തേച്ച് കൊണ്ട് വന്നതാണേ. അപ്പോൾ അതേ വയറൊക്കെ വീർത്തിരിക്കാണ്ട് മുട്ടക്കൂരി ആവാനാണ് സാധ്യത. അപ്പോൾ അതേ ഞാൻ ചെറുതാക്കി നുറുക്കിയിട്ടുണ്ടേ. ഞാൻ പറഞ്ഞല്ലോ ഗൈസ് മുട്ട ഉണ്ടാകുമെന്ന്. അപ്പോൾ കൂരിക്കൊക്കെ മുട്ടയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അരച്ച് വെക്കാനായിട്ടാണ് പോണത്. അരപ്പ് ഞാൻ അടപ്പത്ത് വെച്ചേക്കാനാണ് കേട്ടോ. പിന്നെ ഈ കൂരിയുടെ ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഭാഗം ഏതാണെന്നറിയോ? അതായത് ഇതിൻ്റെ തലയുടെ അടിയിലായിട്ട് ഈ ഒരു സാധനമുണ്ട്. മിക്ക ആളുകൾ ഇത് എടുക്കാറില്ല, അവിടെ ഭയങ്കര മുള്ളായതുകൊണ്ട്. ആ മുള്ളത്തിരി ഡേഞ്ചറാണ്, പക്ഷെ എനിക്ക് ആ ഭാഗം ഭയങ്കര ഇഷ്ടമുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീനൊക്കെ പെറുക്കി നമ്മുടെ അരപ്പിലോട്ടിടാം. പിന്നെ എൻ്റെ ഫോണിന് ഇത്തിരി പഴയ ഫോണാണ്, അപ്പോൾ ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടാണോ എനിക്കിനി ഒരു ഫോൺ എടുക്കാനായിട്ട്. ഇപ്പോൾ കുറച്ച് പേര് ആലോചിച്ചിട്ടുണ്ടാവും, പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നല്ല ഫോണില്ല അല്ലേ, നിന്നേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീയൊക്കെ ഇനി ഫോൺ അങ്ങനെ ഇപ്പൊ എടുക്കണ്ടെന്നല്ലേ. എനിക്കറിയാം, ഒരു മലയാളിനെ മനസ്സിലാക്കാൻ ഒരു മലയാളിക്കല്ലേ പറ്റുള്ളൂ. പിന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ് അടിച്ചേക്കട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാട്ടാ.